ഹായ്, ആദീസ് പെറ്റ്സ് മീഡിയ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ വയനാടാണ്. അപ്പോൾ നിങ്ങളെ അറിയാമായിരിക്കും, വേൾഡിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള രണ്ടാമത്തെ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡാണ്. അതുപോലെ തന്നെ വേൾഡിൽ ഷോ കാറ്റഗറിയിൽ 3 കാലിൽ സ്റ്റാക്ക് ചെയ്യുന്ന ഒരേ ഒരു ഡോഗും ജർമ്മൻ ഷെപ്പേർഡാണ്. അതെ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ വയനാട് ജർമ്മൻ ഷെപ്പേർഡ് സ്പെഷ്യാലിറ്റി വീഡിയോ കവർ ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നല്ല നല്ല കുറേ ജർമ്മൻ ഷെപ്പേർഡ്സുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇന്ന് കാണിക്കും ഞാൻ. ഓക്കെ, അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡബിൾ ഡബിൾ നമുക്ക് രമിച്ച് കണ്ടിരുന്നല്ലോ. നീ കണ്ടോ? ഇല്ല, ഓണോട്ടേക്ക് കൊണ്ട് പോയിട്ട് നിങ്ങളില്ലാത്തോണ്ട് പോകുന്നത്. നനങ്ങിയാൽ മതി. Youth Beach long hair, exhibit number 1135, 1137, 1139, 1141. സിമ്പിളേ.
Youth dog, long hair, male. Exhibit number 1095, 1096, 1098, 1099, 1100, 1101, 1102. Please come to the waiting ring. One 1120 youth dog. Waiting rings forward. Adil, please note 1120 youth dog. Good ball. Hey. Hey na. Hey, ba. Hey na. Hey na. Hayna. 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 അതെ അന്ന് ഇരുന്നോ ഞാൻ തരാം ഇത് കണ്ടാലും അവൻ്റെ തീട്ടന്മാരായിരിക്കും തിരിച്ചു വരും തിരിച്ചു വരും അറ്റാച്ചുണ്ട് പയ്യനോട് Youth dog, long hair, male. Exhibit number 1095,
108 പാൻ്റെ 108 1100 1101 കൊച്ചുവച്ചനായിട്ട് ചെയ്യുന്നുണ്ട്. 102 എടാ അവൻ തെറ്റിത്തരാൻ ചെയ്യുന്നത് സമ്മതിക്കണം. Please come to the waiting ലെവല്. room. Oi, Isha! Oi! Come here! No! Bala! സൂപ്പർ 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 അടിപൊളി. അയ്യോ പറക്കണണ്ട. സൺ ഓഫ് V1 റിച്ചാർഡ് ബോൾ. V1 റിച്ചാർഡ് ബോൾ. അതിനകത്ത് നല്ല Female from a famous Super Hawk. Not further in the Hawk in the third female. Second place Persian. First female, number 3, was called out number 2 originally. She's completely out of coat. But a very nice female from the side. With a very good expression, good proportions, very good overline. Good forehand angulations and nice hand angulations. And just like 2 looks in her Hawks. Somali Lucky. Still regarded as very good. These two females are in height from the side, very rich in the heart, also beautiful. It's a pity because the height is really very, very nice. Because of the reaches of the hunt. हेलो भाई. हेलो ओके. आपका नाम क्या है? हरदीप सिंह स्नो किधर से आया? पंजाब से पंजाब से. ओके. कुत्ता जर्मन शेफर्ड ब्लैक. जी ब्लैक फीमेल इसका फादर क्या है? कौन है? रिचर्ड बोल्ट रशिया पोर्ट V1. हाँ रिचर्ड V1 बोल्ट. इंडिया में ज्यादा फेमस है हाँ, कुत्ता. पूरा इंडिया. ओके ओके. अभी ये क्या मिल गया वो शो को? ये HG1 मिला और ये BI मिला. BI मिला. बेस्ट ओके BI ओके. इंडिया की ब्रीडिंग है. तो ये इसका हैंडलर हमारा बच्चा है ना? हाँ बच्चा है. अच्छा से handle कर दिया. एक साल पहले हाँ. पटियाला में BP पर इंडिया शो किया था. ओके ओके. इसका एज क्या है? ये 5 हाफ 5. बचपन से इसका साथ कुत्ता है? हाँ ऐसा ही है. ओके ओके. तुम्हारे कैनल में कितना कुत्ता है? मेरे चैनल में 10 डॉग हो. ओके. केरला में फर्स्ट टाइम है? नहीं मैं कई बार आ चुका हूँ. ओके. उसके पहले उधर हुआ था शो. ओके. हमारा केरला का शो का एक्सपीरियंस कैसा है? बहुत अच्छा है. बहुत अच्छा वेदर है. ओके ओके ओके. तो अच्छा फीमेल है. मेरे को ज्यादा पसंद आ गया. नाइस मूविंग. नाइस फीमेल. ओके. रिचर्ड बोल्ट का बच्चा है ना, तो ऐसा है. हाँ, केरला में ज्यादा बच्चा है काला वाला. റിച്ചർഡ് ബോൾട്ട് को भी मैं शो करता हूँ ना ऑलरेडी. ഓക്കെ ഓക്കെ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ബിച്ച്. ഇതിപ്പം പ്രൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട് റിങ്ങിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ V1 റിച്ചാർഡ് ബോൾട്ടിന്റെ ഡോട്ടറാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇദ്ദേഹമാണ് ഹാൻഡിൽ ചെയ്തത് കേട്ടോ. നല്ലതായിട്ട് ഹാൻഡിൽ, നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കൊച്ചു പയ്യനാണ്, എന്നാലും നല്ല പെർഫോമൻസ് കാര്യങ്ങളുള്ളതായിരുന്നു. ओके. थैंक यू भाई. थैंक यू. हेलो. हेलो आपका नाम क्या है? हिकमत. सुपर हैंडलिंग. ओके.
അപ്പോൾ നമ്മളോട് പുതിയൊരാളോട് ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യാലിറ്റി ഷോയിൽ വെച്ച് ഇപ്പൊ കണ്ടാണ്. അതിന് മുന്നേ നമുക്ക് പരിചയമുള്ള ഒരാളാണ്. അതിന് മുന്നേ നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പറഞ്ഞോ, ചേട്ടാ പേര് കാര്യങ്ങൾ. എന്റെ പേര് ശരത്ത്. വന്നിട്ട് എറണാകുളമാണ്. ആയിട്ട് വരുന്നത് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഹരിപ്പാടിനടുത്താണ്. നമ്മുടെ സുഹൃത്തുക്കളാണ്. ഓക്കെ, അപ്പോ ഇവന്റെ പേര് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ചെന്നൽ വരാപ്പുഴ. എറണാകുളം വരാപ്പുഴ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവന്റെ പേര് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. ഇവന്റെ പേര് വന്നിട്ട് ഫൈറ്റ് ഓഫ് ഡാഫിയൻസ് എന്നാണ്. അടുത്ത് വയനാട്ടിൽ നിന്ന് തന്നെയാണ്. വയനാട്ടിൽ നിന്ന് ഇവൻ വന്നിട്ട് ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഗ്രാൻഡ് സൺ ആയിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ആൾ ഓൾറെഡി ഇന്ത്യൻ ചാമ്പ്യനാണ്. കഴിഞ്ഞ ട്രിവാൻഡ്രം ജനറൽ ക്ലബില് ടൈറ്റിൽ ഫിനിഷ് ചെയ്തു. ഓ അടിപൊളി. അതായത് ട്രിവാൻഡ്രം ഷോയിൽ ടൈറ്റിൽ ഫുള്ള് ഫിനിഷ് ചെയ്തു. ആൾ ഇന്ത്യൻ ചാമ്പ്യനാണ്. എത്ര വയസ്സുണ്ട് ഇവന്? ഇവൻ 19 മന്ത് ആയിട്ടുണ്ട്. ഓക്കെ, അത് എന്നെ നോക്കുന്നു കേട്ടോ. ആള് പക്ക ലോങ് കോട്ട് കാര്യങ്ങളൊക്കെ ആണ്. ആളുടെ ഒരു നേച്ചർ പറഞ്ഞ എങ്ങനെയാണ്? ആളിപ്പോ ബോൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് കളിക്കണം. നല്ല അഗ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കളിക്കാൻ എത്ര നേരം വേണമെങ്കിലും കളിച്ചോളും. കളിക്കാൻ ബോൾ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഇവന്റെ ഹാൻഡലർ ആരാണ്? കണ്ണ മിസ് ആദിൻ വയനാട്. നമ്മളതിനാണ് വയനാടുള്ള. ഓക്കെ, അപ്പൊ ഷോ നടക്കുന്ന വയനാടാണ്. ഇപ്പൊ ഇന്നും അതിന് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്ന് അതിന് ഡബിളിംഗ് ആണ്. അതിന് ഇതിന്റെ കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് അപ്പം കുറച്ച് റിസ്ട്രിക്ഷൻസ് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. എത്ര വയസ്സുണ്ടെന്ന്? 19 മാസമായിട്ടേ ഉള്ളൂ. ആളുടെ ഹെഡ് കാര്യങ്ങളൊക്കെ കാണാൻ മനസ്സിലാവും. അപ്പൊ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മള് ചാമ്പ്യൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാന്ന് പറഞ്ഞായിരുന്നു. ചാമ്പ്യൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഇതിൽ തന്നെ ഒന്ന് ബ്രീഡ് ചെയ്ത് പപ്പീസ് ഇറക്കിയിട്ട് നമ്മള് പുറത്തോട്ടുള്ളത്. ഇനിയിപ്പോ ഇവന്റെ പപ്പിയൊക്കെ സ്റ്റോക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്ലാൻ ആയിരിക്കും അല്ലേ? ഇനിയിപ്പോ ഇവന്റെ അടുത്തിറങ്ങിയല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഓപ്പൺ ക്ലാസ് അല്ല ഇന്റർമീഡിയറ്റ് യൂത്ത്. ഓക്കെ, യൂത്ത് ക്ലാസ്സിലാണ് ആൾ ഇറങ്ങാൻ പോകുന്നത്. അത് നമുക്ക് എന്തായാലും കാണാം. ഓക്കെ. इसका नंबर क्या है? नंबर देने के അപ്പൊ നമ്മുടെ സ്പെഷ്യാലിറ്റി ഷോ കാണുന്ന സമയത്ത് നമ്മളോട് ഒരാളോട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഡോഗിനെ, ഈ ഓണറിനെ നമുക്ക് നേരത്തെ മുതൽ അറിയാവുന്നതാണ്. നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര വൈറലായതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് പുള്ളിക്കാരെ തന്നെ പറയാം. ആദ്യം പേര് കാര്യങ്ങളൊന്ന് പറഞ്ഞു. എന്റെ പേര് രമ്യ മനോജ്. സൗണ്ട് ഇച്ചിരി കൂട്ടി പറഞ്ഞു, കുഴപ്പമില്ല. ഞങ്ങള് വയനാട്ടില് മീനങ്ങാടിയാണ്. പിന്നെ ഇന്ന് ഞാനിപ്പോ ഇവിടെ ഇറക്കാന്ന് വിചാരിച്ചു. ഇതുവരെ ഷോ ചെയ്തിട്ടില്ല. ഇവിടെ ഏത് ക്ലാസ്സിൽ വരുന്നത്? ഇവിടെ ഓപ്പൺ ക്ലാസ് ബിച്ച് ഫീമെയില്. പിന്നെ ചില്ലി നമ്മുടെ തന്നെ ബ്രീഡിംഗ്. നമ്മുടെ മെയിലിന്റെ കുട്ടിയാണ്, മാർക്കോയുടെ കുട്ടിയാണ്. ഓക്കെ, ആളൊരു നോർമൽ ഫീമെയിൽ അല്ല, നല്ല ലെങ്ത് കാര്യങ്ങളുള്ള ഫീമെയിൽ ആണ്. ബ്രീഡിംഗ് ബിച്ച് എന്നാണ് നമുക്ക് പറയാം. അതെ, 2 ലിറ്റർ കഴിഞ്ഞു. ഓക്കെ, ലോങ്കോട്ട് കാറ്റഗറി വരുന്നതാണ്. 4 വയസ്സാവാനായി, 3 വയസ്സ് കഴിഞ്ഞു. 4 വയസ്സാവാറായിട്ടുണ്ട്. ഇത് ഞാൻ വന്ന സമയത്ത് പപ്പി ആയിരുന്നു തോന്നുന്നു. അത് തീരെ കുഞ്ഞായിരുന്നു. വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ റിങ്ങിന് ഡബിളിംഗ് കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പൊ പുതിയ വിശേഷങ്ങൾ നമ്മുടെ കിണല്ലേ? കിണലിൽ പുതിയ ഒരാളോട് വന്നിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ വിശേഷം. 5 ഡോഗ്. 5 പേര്, ഒരു പപ്പിയുണ്ട്. അങ്ങനെ 6 പേരുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡോഗിനെ ഒന്ന് കാണിച്ചു. ആള് ഇതിലും ഡോഗാണ് നമ്മുടെ ടേസ്റ്റിന്. അതായത് എന്നെ പോലെ ആളുടെ ടേസ്റ്റിന് ഡോഗാണ്. കാരണം എനിക്ക് ഹ്യൂജ്
ഡോഗ്സിനാണ് ഇഷ്ടം. ഇഷ്ടം അല്ലേ? ഫസ്റ്റ് ടൈം ആണോ ഇറങ്ങിയത്? അത് നിന്നെ മുന്നേ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇറങ്ങണം എന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ലേഡി ഹാൻഡ്ലർ ആരും ഇവിടെ കണ്ടില്ല. ഇല്ല. അപ്പൊ ഒന്ന് കൊച്ചു പയ്യൻ വന്ന് ഹാൻഡിൽ അവരുണ്ടായിരുന്നു, പക്ഷെ ലേഡീസ് ആരും കണ്ടില്ല. അപ്പോ വയനാട്ടിലെ ഫസ്റ്റ് ലേഡി ഹാൻഡ്ലർ ആണ്. അതെ അതെ. ഇനി എനിക്ക് തോന്നുന്നു ജർമ്മനി ആരും ഇതുവരെ ഞാൻ ഊട്ടി, കാലിക്കറ്റ്, മൈസൂറൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊന്നും വയനാട്ടില് ഊട്ടി സൈഡിലാരും ഞാൻ കണ്ടിട്ടില്ല. അത് ചേച്ചിയായിരിക്കും ആദ്യമായിട്ട്. എന്നാലും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ. അന്നം മറിച്ചിടാറുണ്ട്. கூப்பிடுங்க. கண்டில்ல விளி 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 ராசி 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 ഇല്ല സ്കൂളിൽ പോയായിരുന്നു. അപ്പൊ നമ്മൾ സ്പെഷ്യാലിറ്റിയിൽ വേറെ 2 ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രീഡറിൽ ഒരാളാണ് വയനാട്ടിൽ. നമ്മൾ ഫസ്റ്റ് വയനാട്ടിൽ ജർമ്മൻ ഷെപ്പേർഡിന്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർക്കുന്ന ഒരാളാണ് പൈലിച്ചേട്ടൻ. അപ്പൊ പൈലിച്ചേട്ടാ, പൈലിച്ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. എന്താ അറിയേണ്ടത്? ചേട്ടൻ എന്നാലും ചേട്ടൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു. ഡീറ്റെയിൽസ് ഇവൻ സെർബിയൻ ഇമ്പോർട്ടിന്റെ മോനാണ്. ഇത് രണ്ടും നമ്മുടെ ഓൺ ബ്രീഡിങ്സുകളാണ്. രണ്ടുപേരും ഓപ്പൺ ക്ലാസ്സിലാണ് ഇറങ്ങുന്നത്. 16 ഡോഗ്സ് ഉണ്ട് നമ്മുടെ കൂടെ ഇപ്രാവശ്യം ഓപ്പൺ ഡോഗ്സ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ചെറിയൊരു പ്രതീക്ഷകളൊക്കെ ഉണ്ട്. പിന്നെ ഇമ്പോർട്ട് ഡോഗ്സ് ഒക്കെ വരുന്നതല്ലേ, നമ്മൾ പിന്നെ ഒറ്റയാൾപ്പെട്ട ആളായതുകൊണ്ട് നമുക്ക് അങ്ങനെ കപ്പടിച്ചോണ്ട് പോകുന്നത് അങ്ങനെയല്ല. എന്നാലും നമ്മുടെ വയനാട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു ഷോ ആണ്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ടാണ് രണ്ടുപേരെയും കൊണ്ട് വന്നേക്കുന്നത്. വയനാട്ടിൽ ആദ്യമായിട്ട് ഷോ എന്ന് പറഞ്ഞു. അതിനെ നോക്കി കാണുന്നു, അതിനെ സ്വീകരിക്കും. അതിനെ ഞങ്ങള് എന്താ പറയാ, അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. അത്രയും ഞങ്ങൾ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ വയനാട്ടിലെ ഏറ്റവും ആദ്യത്തെ, അതും ജർമ്മൻ ഷെപ്പേർഡ് സ്പെഷ്യാലിറ്റിയാണ്. ഞങ്ങളൊക്കെ ജർമ്മൻ ഷെപ്പേർഡിന്റെ ഫാൻസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. സാധാരണ നമ്മളിപ്പോ വയനാട്ടിൽ വയനാട്ടുകാര് പ്രത്യേകിച്ച് ഡോഗ്സ് ഉള്ളവര് ഷോ നടക്കുമ്പോൾ പുറത്ത് ജില്ലകളിൽ പോയിട്ട് അതെ, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നമുക്ക് ഏറ്റവും നല്ലൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അതിന്റെ സന്തോഷം വേറെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഞങ്ങളുടെ ഗ്രൗണ്ടും അറ്റ്മോസ്ഫിയറും ഒക്കെ ഒരു അടിപൊളിയല്ലേ. അത് തന്നെ, ബാക്കിൽ കാടാണ് കേട്ടോ, വൈൽഡ് ലൈഫ് സാഞ്ചുറി, മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിന്റെ നടുക്കാണ് ഈ റിസോർട്ട് ഉള്ളതും
ഓക്കെ ഇവിടെ വെച്ചാൽ ഞങ്ങളുടെ ഷോ നടക്കുന്നതോ കണ്ട് ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. ഓക്കെ. ഇപ്പൊ ഇവന്റെ പേരെന്താണ്? ഇവന്റെ പേര് ഫയർ. ഓക്കെ ഓക്കെ. ഇവനെ ഞാൻ പണ്ട് നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യാലിറ്റി ഷോയിൽ ഇവന്റെ ഒരു വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ പേജിലുണ്ട് കേട്ടോ. അവന്റെ പേരെന്താ? അവന്റെ പേര് മാക്സ്. മാക്സ്. ഓക്കെ ഓക്കെ. രണ്ടും നല്ല നമ്മുടെ ഓൺ ബ്രീഡിംഗ് ആണ് രണ്ടും. നേരത്തെ വയസ്സുണ്ട്? അവന് 2.5 വയസ്സ്. 2.5 വയസ്സ്. വലിയ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ? ഞങ്ങൾ വയനാട് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 6 കിലോമീറ്റർ ഊട്ടി റോഡ്. അയ്യൻകൊല്ലി അല്ല, നമ്പിക്കൊല്ലി. നമ്പിക്കൊല്ലി. ആദ്യം ഞാൻ അയ്യൻകൊല്ലി ആയിരുന്നു. ഇപ്പൊ ഞാൻ അയ്യൻകൊല്ലിയിൽ നിന്ന് വയനാട്ടിലോട്ട് ഷിഫ്റ്റ് ആയി. ഓക്കെ. ഇപ്പൊ ടോട്ടൽ എത്ര ഡോഗ്സ് ഉണ്ട് കയ്യില്? 11. അതെ. നേരത്തെ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. കുറച്ചതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വരും ഞാൻ 7 to 9 എത്ര നേരം? 7 to 9 വരെ എങ്ങനെ വന്നു? Thank you. நின்று போன அந்த எல்லுக்கு അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഗോപിച്ചേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ വയനാട്ടിൽ ജർമ്മൻ ഷെപ്പേർഡ് കാര്യം പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രീഡ്, അല്ലെങ്കിൽ വയനാട്ടിലെ ഒരു മെയിൻ ബ്രീഡർ കൂടിയാണ് ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ ഗോപിച്ചേട്ടന് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ ഗോപിച്ചേട്ടാ, ഫസ്റ്റ് ഷോ ആണ് വയനാട്ടിലെ. അപ്പോൾ ഗോപിച്ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്ന് പറയുമോ?
അത് ഞാനിപ്പോൾ 22 വർഷമായി ജർമ്മൻ ഷെപ്പേർഡ് ഫീൽഡായിട്ട് വർക്ക് ചെയ്യുന്നത്. Okay. ഇതുവരെ ഇത്രയും ഷോ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഈ വയനാട്ടിലൊരു ഷോ കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. ഓക്കെ, കാരണം പുറത്താണ് കൂടുതലും നമ്മൾ അതെ 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 അതെ, നമുക്ക് വയനാട് ഒരു ക്ലബ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ല. Okay. അപ്പോൾ ഞങ്ങളുടെ ഒരു ആ പഴയ ബ്രീഡർമാർക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഇത് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റും, നടക്കണം എന്നുള്ളത്. ഓക്കെ, അതെന്താ നമുക്ക് നടന്നു, അതും അതിഗംഭീരമായി നടന്നു. നമ്മുടെ വിദേശ ഫീല് വരുന്നില്ലേ, ഇന്റർനാഷണൽ ഗ്രൗണ്ടിന്റെ അതേ ഫീല് നമുക്കിവിടെ. കാരണം നമ്മുടെ ഗ്രൗണ്ട് സെറ്റപ്പ് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് കാര്യങ്ങൾ എല്ലാം ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ, അത് വനപ്രദേശമാണ്. അങ്ങോട്ട് കാണിച്ച്, അത് വനപ്രദേശമാണ്. വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമല്ലേ? അതെ അതെ അതെ, മുത്തങ്ങയാണ് സ്ഥലം. മുത്തങ്ങയാണ്. ഓക്കെ, അപ്പോ ചേട്ടന്റെ പുതിയ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് പറയാമോ? കെന്നലില് എങ്ങനെയാ? എത്ര ഡോഗ് കാര്യങ്ങളുണ്ട്? എനിക്ക് 19 ഡോഗ്സ് ഉണ്ട്. 7 ജർമ്മൻ ഷെപ്പേർഡ് സബ്മെയിലും ബാക്കി ഫീമെയിലും. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവന്റെ പേരെന്താ? ഓൺ ബ്രീഡിംഗ് ആണ്. ഓൺ ബ്രീഡിംഗ്. എന്റെ തന്നെ കോസ്റ്റോന്റെ കുട്ടിക്ക് വെന്നിൻ ക്യൂറിന്റെ ലാസ്റ്റ് സണ്ണാണ്. ബഡ്ഡിയുടെ ബഡ്ഡി അതൊക്കെ മറ്റേ ഇതിന്റെ യാഗോയാണ്. അല്ല, ബഡ്ഡിനെ നമ്മുടെ അർമിനാഷ് ഫിഗോന്റെ കുട്ടിയാണ്. ഇത് നമ്മുടെ വിൻവിൻ ക്യൂർ കോസ്റ്റോ നമ്മുടെ ക്യൂറിന്റെ നമ്മുടെ കലാമേഡത്തിന്റെ കോസ്റ്റോന്റെ കുട്ടിയാണ് ക്യൂറി. ക്യൂറിന്റെ കുട്ടിയാണ് ഇവന് ശേഷം പിന്നെ എനിക്ക് ക്യൂറിന് കുട്ടി ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് സിംഗിൾ പീസ് ആണ്. സിംഗിൾ പീസ്. എത്ര വയസ്സുണ്ട് ഇവന്? 6 വയസ്സുണ്ട്. 6 വയസ്സുണ്ട്. ഓക്കെ, പേരെന്താ ഇവന്റെ? ബ്രൂണോ. 6 വയസ്സിന് സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട്. ഓപ്പൺ ക്ലാസ് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഓപ്പൺ ക്ലാസ് ഇറങ്ങാൻ. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓപ്പൺ ക്ലാസ് ഇറങ്ങാൻ നിൽക്കാൻ എക്സ്പെക്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ കൂടെ കോമ്പറ്റീഷൻ അറിയാം, നമുക്ക് പാർട്ടിസിപ്പേഷൻ ആണല്ലോ. നമ്മുടെ സ്ഥലത്ത് ഒരു സംഭവം നമ്മളതിൽ പാർട്ടിസിപ്പേഷൻ നമ്മൾ കാണിക്കണം. അതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമ്മള് വരുന്ന ആന 5 ചുറ്റും 3 മിസ്സായി. തമിഴ് പേരാണോ? പാട്ട് ഇവിടെ അതിനല്ലേ പുറത്തിട്ട് വിസിലടിക്കാൻ ഡബിളർ ഡോഗ് അറ്റാച്ച്മെന്റ് ഉള്ള പുള്ളിക്ക് പുള്ളിയെ നോക്കിയാണ് ഡോഗ് ഓടുന്നത്. അല്ല, കറക്റ്റ് ത്രോട്ട് കറക്റ്റ് ഭംഗിയൊക്കെ വരത്തുള്ളൂ ഡോഗ്. അപ്പോൾ കാരണം ഡോഗ് കറക്റ്റ് ചെവിയൊക്കെ വിരിച്ചിരിക്കണമെങ്കിൽ അയാൾ വേണം. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചാൽ ഡോഗ് ചെവി വിരിച്ചിരിക്കും. ഡോഗ് അനങ്ങാതെ നിൽക്കും. റിങ് റൗണ്ടാക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം ഓടുകയാണല്ലോ, അനങ്ങാതെ നിൽക്കുന്നില്ല. അല്ല, ഇപ്പം അനങ്ങാതെ നിന്നില്ലേ? ഇപ്പോൾ പിടിച്ച് നിർത്തിയപ്പോൾ അനങ്ങാതെ നിന്നില്ല. സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയില്ല. എല്ലാം കൂടെ എടുത്ത് തീർക്കണ്ടോ? എനിക്ക് ഇവിടെ നോക്കിയിരുന്നു. അങ്ങോട്ട് വരാനുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട്. കൊള്ളാവോ? പറക്കുന്നു. ഹാൻഡ്ലർ ഡബിളിങ് ഇതിനെ ഫോക്കസ് ചെയ്താൽ
വർഷമല്ല ഈ വർഷം അങ്ങനെ വർഷം പറഞ്ഞു വർഷം 27 ഇത് 10 കിലോ ഡാർക്ക് ആൻഡ് വിഘ്നേഷ് പോയി இங்க வந்துட்டு ஓடனா ஓடும் இது ரொம்ப லாங் டிஸ்டன்ஸ் போறீங்கனால அப்படியே நிக்குது ഇപ്പൊ നന്നായി തോന്നുന്നു അടുത്ത് മുന്നിൽ വന്നു After the open class. ഒരു കാര്യമില്ല ആന വരില്ല കട്ടിന്ന് പിന്നല്ലാതെ മേളെല്ലാം കാണാം അതുകൊണ്ട് അടുത്ത് ഫ്രണ്ട് ഇടുക പുള്ളി കൊണ്ടുവന്നല്ല മാറി ഒന്ന് എടുത്തോണ്ട് പോകും ഏറി പറക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഞാൻ ഇടിച്ചത് വെടി പൊട്ടുമ്പോൾ ഓടിക്കണം നോക്കിയത് പൊട്ടിക്ക് പൊട്ടും അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു